വിജയമാണ്, തിരിച്ചുവരവാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കുന്ന സർക്കാർ വിരുദ്ധ വികാരം വളരെ പ്രകടമായിരുന്നു. ഇടതുപക്ഷം അവരുടെ വലിയ കോട്ടകളെന്ന് കെട്ടിപ്പോക്കി കൊണ്ട് നടന്ന പലയിടങ്ങളും തകർന്നു വീഴുന്ന കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ UDFിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പല സീറ്റുകളും തിരിച്ചുപിടിക്കാനും പല പ്രാദേശിക ഭരണകൂട സംവിധാനങ്ങളും തിരിച്ചുപിടിക്കാനും ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിച്ചൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയം ഈ നാട്ടിലെ ജനങ്ങളുടേത് കൂടിയാണ്. കാരണം കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഈ സംസ്ഥാനത്തിനകത്ത് ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഈ സംസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള ജനദ്രോഹകരമായ നടപടികൾ വലിയ വിലക്കയറ്റത്തിലേക്ക് നയിച്ചത്, വലിയ നികുതി ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചത്, ഏറ്റവും അവസാനം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്, അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നും അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും, സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് ഈ സംസ്ഥാനത്തിനകത്ത് വലിയ പ്രചരണം നടത്തുകയും, എന്നാൽ മലയാളത്തിലെ പ്രമുഖയായ ഒരു ചലച്ചിത്ര നടി ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ആക്രമിക്കപ്പെടുന്നത്. ചലച്ചിത്ര താരത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ ഇവർക്ക് സാധിക്കാതെ പോയത് പ്രോസിക്യൂഷൻ്റെ പരാജയം ഉൾപ്പെടെ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഈ സർക്കാരിനെതിരെ അതിശക്തമായ ഒരു ജനവികാരം ഉയർന്നു വന്നിരുന്നു എന്നുള്ളൊരു സത്യമാണ്. ആ ജനവികാരം ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ പ്രതിഫലിപ്പിക്കപ്പെടുകയുമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൽ ഹാലിളകിയതുപോലെയാണ് CPMൻ്റെ നേതാക്കന്മാരിൽ ചിലർ പ്രതികരിക്കുന്ന കാഴ്ച നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നലകളിൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് പെൻഷൻ കൊടുക്കുന്നത് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ മാനുഷികമായ മുഖമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ, ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിലെ മുൻ വൈദ്യുതി വകുപ്പിൻ്റെ മന്ത്രിയും CPMൻ്റെ സമുന്നതനായ നേതാവും കൂടിയായ ശ്രീ MM മണി പറഞ്ഞത്, പെൻഷൻ വാങ്ങിക്കൊണ്ടുപോയി തിന്ന ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് വന്ന് UDFിന് അനുകൂലമായി വോട്ട് ചെയ്തു, CPMന് എതിരായി വോട്ട് ചെയ്തു, അത് നെറുകേടാണ്, നന്ദികേടാണ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ പെൻഷൻ കൊടുക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് MM മണി ഇന്ന് സമ്മതിക്കുകയാണ്. മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ നിസ്സഹായാവസ്ഥയെ മുതലെടുക്കുകയായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഈ പെൻഷൻ പദ്ധതി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വർദ്ധിപ്പിക്കുന്നതും പെൻഷനുമായി ബന്ധപ്പെട്ട കുടിശ്ശിക തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം കൊടുത്തു തീർക്കുകയും ചെയ്യുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ നിസ്സഹായാവസ്ഥയെ മുതലെടുക്കുകയാണ് എന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇന്ന് MM മണിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ശരിവെക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ മന്ത്രിയായിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിന് എങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കി ഒരു തെരഞ്ഞെടുപ്പ് പരാജയം വരുമ്പോഴേക്കും അവരുടെ മുഖത്ത് നോക്കി ഇതുപോലെ നന്ദിയില്ലാത്തവരെന്നും നെറുകെട്ടവരെന്നും വിളിക്കാൻ സാധിക്കുന്ന ഈ രാഷ്ട്രീയമായ ധിക്കാരവും ധാർഷ്ട്യവുമൊക്കെ എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവിന് ചേരുന്ന ഭാഷയായി മാറുന്നത്? MM മണി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഈ നാട്ടിലെ സകലമാന ആളുകളെയും അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സമാനമായ രീതിയിൽ പലപ്പോഴും പല പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പരാജയം വരുമ്പോഴേക്കും ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ നൽകിയ പെൻഷൻ വാങ്ങി തിന്നിട്ട് ഞങ്ങൾക്കെതിരായി വോട്ട് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജനം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഈ തരത്തിലൊക്കെ തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാരുടെ മനോഭാവം എന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെയാണ്. ഉരച്ചുരച്ചു നോക്കുന്തോറും ചെമ്പ് തെളിയുന്ന ഒന്നാണ് LDF സർക്കാരെന്ന് ഈ നാട്ടിലെ ജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇല്ലാതിരുന്ന വലിയ വിജയം നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. ജനം സത്യത്തിൽ ഈ സർക്കാരിനെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച ഒരു റിസൾട്ടാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. വലിയ രീതിയിൽ കോർപ്പറേഷനുകളിൽ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്നു. കൊല്ലത്തും അതോടൊപ്പം തന്നെ തൃശ്ശൂരും കണ്ണൂരും എറണാകുളം ഉൾപ്പെടുന്ന കോർപ്പറേഷനുകളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ശക്തമായ തിരിച്ചുവരവുണ്ടാകുന്നു. ജില്ലാ പഞ്ചായത്തുകളിൽ ശക്തമായ തിരിച്ചുവരവുണ്ടാകുന്നു. ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലെല്ലാം തന്നെ ശക്തമായ രീതിയിൽ തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്നു. ഈ സർക്കാരിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലുള്ള അതിശക്തമായ ജനവികാരം അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ സർക്കാരിന് വലിയ പരാജയമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയം വേണ്ട എന്നുള്ളതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ റിസൾട്ടിൽ ഞങ്ങളാരും അഹങ്കരിക്കുകയോ ഞങ്ങളാരും അമിതമായി ആഹ്ലാദിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഈ റിസൾട്ടിൻ്റെ പേരിൽ ജനങ്ങളെ അപമാനിക്കാനാണ് ഇടതുമുന്നണിയുടെ നേതാക്കന്മാർ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ശക്തമായ രീതിയിൽ തന്നെ അതിനെ പ്രതിരോധിക്കാനും അതിനെതിരെ പ്രതികരിക്കാനും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ രംഗത്തുണ്ടാകുമെന്ന് പറയാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.